ഒരു ചെറിയ അബദ്ധം വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മവിചാരം. ഞാൻ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു പോയില്ലേ ഉമ്മനോട്? പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞുപോയി, ഉമ്മനോട് പറഞ്ഞുപോയി, ഉപ്പയോട് പറഞ്ഞുപോയി. വാക്കല്ല, നിങ്ങൾക്കറിയോ എന്തുമാത്രം സൂക്ഷ്മതയാണ് ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്ത് ചെയ്തത് എന്ന്. എന്തുമാത്രം സൂക്ഷ്മത! നമ്മൾ അത്ഭുതപ്പെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ആളുകൾക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട്, മോനെ എന്ന് വിളിക്കുക. ഉമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, പ്രായമായതാ. ഉമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അബൂ റളിയല്ലാഹു അൻഹു വളരെ വിളി അധികമായപ്പോൾ ഒന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നിരുന്ന വിരിപ്പിട്ട് എടുത്തൊന്ന് കുടഞ്ഞുപോയി. കുടഞ്ഞപ്പോൾ പൊടി, ആ വിരിപ്പിൽ പൊടി ഉണ്ടാവും, കാരണം മണലല്ലേ വിരിച്ച്. ഉമ്മാൻ്റെ മുഖത്തേക്കായി പോയി. ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം ഇസ്തിഗ്ഫാർ നടത്തിയിരുന്ന ഒരു വിഷയമായിരുന്നു അത്. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? ഈ തുരുമ്പ് മായ്ച്ചു കളയല. എന്താ ചെയ്തത്? എത്ര പൊടി നമ്മളെ കൈ കൊണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ മുഖത്തേക്കായി. പൊടി മാത്രമല്ല, നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ റബ്ബ് ഗഫാറാണ്, ഗഫാർ വദൂദാണ്. എല്ലാം പുറത്തു തരുന്ന, അതിശക്തമായി നമ്മളെ സ്നേഹിക്കുന്ന, മറ്റാരേക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് കാത്തു നിൽക്കുന്നുണ്ട്.